പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഹലോ. ഇന്ന് ജോയ്സി സാറുമായിട്ടാണ് സംസാരിക്കാൻ ഇരിക്കുന്നത്. ഞാൻ ജോയ്സി സാറിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളിപ്പം 2 മിനിറ്റ് മുമ്പ് ഇവിടുന്ന് പരിചയപ്പെട്ടതേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു വായനയിലേക്ക് എന്നെ കൊണ്ടുവന്നതിൽ ജോയ്സി സാറിന് വലിയ പങ്കുണ്ടെന്നാണ്. ഞാൻ ഈ കേട്ടിട്ടുള്ളതാണ്. ഈ അയാൾ കഥ എഴുതുകയാണെന്ന് പറയുന്ന സിനിമയില്ലേ, അതിൽ ഈ മോഹൻലാൽ പറയുന്ന ഒരു കാര്യമുണ്ട്, 3 പേരായിട്ട് എഴുതുന്നെന്ന്. അപ്പം CB രാജമ്മ, ഞാനാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ജോയ്സി സാറിനോട് ആദ്യം എനിക്ക് ചോദിക്കാനുള്ള ആ രഹസ്യമാണ്, ശരിക്കും സാറാണോ ജോസി വാകമറ്റവും CB നിർമ്മലയും സാറ് തന്നെയാണോ എന്നുള്ളതാണ്. അത് അങ്ങനെ 3 പേരിലല്ല 4 പേരിൽ എഴുതേണ്ട ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ എഴുതി പോയതാണ്. ആ സാഹചര്യം അങ്ങനെ ആയി പോയതുകൊണ്ട് അങ്ങനെ എഴുതിയതാണ്. എന്തായാലും ആള് ഈ 3 സാറ് തന്നെ. 3 അല്ല 4 നാലാമത്തെ ആള് JC ജൂനിയർ. ഓക്കെ ഡിറ്റക്റ്റീവ് ആണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം JC ജൂനിയർ ഹൊറർ ആണ്. CB നിർമ്മല കുറച്ചുകൂടെ സ്ത്രീപക്ഷ അതാണ്. ജോസി ഭാഗമറ്റം ആണ് എനിക്ക് കുറച്ച് വർക്കായത്, എനിക്ക് കൂടുതൽ വർക്കായത്. പുള്ളി ഇച്ചിരി പ്രണയവും ത്രില്ലറാണോ പുള്ളി? ത്രില്ലറാണ്. ഞാൻ ഈ രാത്രിമഴയുടെ ഒരു ആരാധകനാണ് സാർ. രാത്രിമഴ ജോസി ഭാഗമറ്റം എന്ന പേരിൽ സാർ എഴുതി. ഞാൻ വായന പഠിക്കുന്നത് ഈ രാത്രിമഴ ഒക്കെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരനുഭവം പറഞ്ഞിട്ട് തുടങ്ങി. ഞാൻ കണ്ണൂരാണ് എൻ്റെ വീട്. അപ്പം അവിടെ കൊല്ലത്തുനിന്ന് ഒരാൾ നമ്മുടെ പറമ്പിൽ ഇങ്ങനെ ഞങ്ങളൊക്കെ കല്ലുകുത്തി ജീവിക്കുന്നവരാണ്. അപ്പം കല്ലുകുത്തി തൊഴിലാളിയായിട്ട് ഒരാൾ വന്നിരുന്നു. അപ്പം ആ പുള്ളി എല്ലാ മാസികയും മേടിക്കും, സാർ എഴുതുന്ന എല്ലാ മാസിക, അതായത് മനോരമ, മംഗളം, സഖി, ചെമ്പകം, ജനനി എന്ന് തുടങ്ങി ഈ കണ്ട ഐറ്റങ്ങൾ മുഴുവൻ പുള്ളി അവിടെ മേടിച്ച് അട്ടി വെക്കും. അതിനകത്തുനിന്ന് ഞാൻ എടുത്തിട്ട് ഇത് വായിക്കും. അപ്പോൾ ഈ രാത്രിമഴയൊക്കെ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് രാത്രിമഴ. റബ്ബർ വെട്ടുകാരനും മുതലാളിയുടെ പെണ്ണും മകളും തമ്മിലുള്ള ബന്ധം പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിഞ്ഞാണ് ഞാൻ ഈ വായനയിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നത് ജോയ്സി സാറ് ചെയ്തിട്ടുള്ള സംഭാവന. അതുപോലെ ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നത്, എൻ്റെ അനുഭവം പറയുന്നതാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി ഞാൻ ചെയ്തത്, ഈ കണ്ണൂർ ഈ പഴയ ബുക്കുകൾ കിട്ടും. അപ്പോൾ അവിടെ പോയിട്ട് ഹറോൾഡ് റോബിൻസ്, നാൻസി ഫ്രൈഡെ, സിഡ്നി ഷെൽഡൻ ഇങ്ങനെയുള്ള ആളുകളുടെ ബുക്ക് മേടിച്ചിട്ട് വായിക്കും. അത് വായിക്കും. അപ്പം എൻ്റെ ഇംഗ്ലീഷ് ടീച്ചേഴ്സ് നാൻസി ഫ്രൈഡെ ആണെന്ന് ഞാൻ പറയും. ഇംഗ്ലീഷ് ടീച്ചർ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് ടീച്ചർ നാൻസി ഫ്രൈഡെ എന്ന് പറയും. ഈ ഒരു ദൗത്യം അവരവിടെ എന്ത് ചെയ്തോ, വായനയിലേക്ക് ആളുകളെ എങ്ങനെ അടുപ്പിച്ചോ, അതേ ഒരു ദൗത്യം മലയാളത്തിൽ ചെയ്ത ഒരാളാണ് ജോയ്സി സാറ്. അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വായനയിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ സാറിൻ്റെ എഴുത്തിന് സഹായിക്കുന്നു എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? വായനയിലേക്ക് കൂടുതൽ ആളുകൾ ആ കാലത്ത്, ഞാൻ എഴുതി തുടങ്ങിയതിന് ശേഷമുള്ള കാലത്ത് കൂടുതൽ എഴുത്തുകാർ വന്നു, കൂടുതൽ പ്രസിദ്ധീകരണങ്ങൾ വന്നു, കൂടുതൽ ആളുകൾ വായന തുടങ്ങി. ഒരു സമ്പൂർണ്ണ സാക്ഷരത ആ കാലത്ത് ഉണ്ടായി. അങ്ങനെ പ്രസിദ്ധീകരണങ്ങളുടെ ഒരു പുഷ്കലകാലമായിരുന്നു. ഒരുപാട് വായനക്കാർ, ആയിരക്കണക്കിനും 10,000-കണക്കിന് വായനക്കാർ, ഈ അക്ഷരമായിട്ട് ബന്ധം ഇല്ലാതിരുന്നവർ കഥകൾ വായിക്കാനും അത് ചർച്ച ചെയ്യാനുമൊക്കെ മുന്നോട്ട് വന്നത് ഒരു 80-90 കാലഘട്ടത്തിലാണ്. അപ്പം ഈ സമ്പൂർണ്ണ സാക്ഷരത കേരളത്തിനുണ്ടാക്കിയെടുത്തതിൽ ഈ ഇരിക്കുന്ന മനുഷ്യന് വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മളെല്ലാവരും അക്ഷരം പഠിച്ചത് ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കാനല്ല, രാത്രിമഴയും പാളയവും വലയവും ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ്, അല്ലാതെ നേരെ പോയിട്ട് വലിയ ബുദ്ധിജീവി പുസ്തകങ്ങൾ വായിക്കാനല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞത്, സാക്ഷരത ഉണ്ടാക്കിയെടുക്കുന്നതിൽ ജോയ്സിയെ പോലുള്ള ഒരു എഴുത്തുകാരന് വലിയ പങ്കുണ്ട്. അത് പുതിയ കാലത്തിൽ ഒരു അധ്യാപനം എന്ന നിലയിൽ കൂടി ഞാൻ പറയുകയാണ്, ഒരു കൺഫെഷനുമായിട്ട് കൂടെ പറയാം. ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിച്ച് സ്കൂളിലേക്ക് വന്ന കുട്ടികളുടെ മുന്നിലേക്ക് ഒരു മലയാള അധ്യാപന നിലയിൽ ഞാൻ കൊടുത്തത്, ചക്ഷുശ്രവണകളസ്തമാം ദുർധുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നത് പോലെ കാലാഹീന പരിഗ്രസ്തമാൻ ലോകവും ആലോല ചേതസ ഭോഗങ്ങൾ തേടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠിപ്പിക്കാൻ വേണ്ടി എനിക്കറിയാം, അവർക്കറിയില്ല. അപ്പം അങ്ങനെയാണ് കേരളത്തിലെ മലയാളം മാഷന്മാരെന്ന് പറയുന്ന വർഗം ഉണ്ടായിത്തീർന്നത്. കുട്ടികൾക്കറിയാത്തതും എന്നാൽ മാഷന്മാർക്ക് മാത്രം അറിയുന്നതുമായ ചില ഈ വാക്കുകൾ മലയാളം പാഠപുസ്തകത്തിൽ തിരികെ വെച്ചുകൊണ്ടാണ്. അല്ല, അവർക്ക് മനസ്സിലാകുന്നതാണ്, പിന്നെ അധ്യാപകരുടെ ആവശ്യമില്ല. അപ്പം ഞാൻ പറയുന്നത്,
സാക്ഷരത കൊണ്ടുവന്നത് നിങ്ങളെപ്പോലുള്ള എഴുത്തുകാർ. അതിനെ വായനയിൽ നിന്നും കുട്ടികളെ പറഞ്ഞു വിട്ടത് മലയാള അധ്യാപകർ എന്ന് ഞാൻ എന്നുള്ള രീതിയിലേക്ക് ഞാൻ പറയും. അങ്ങനെ പുറത്തുപോയ കുട്ടികൾ അവരിപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. അവരിപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. അത് തിരിച്ചു കൊണ്ടുവന്നവരിൽ പ്രധാനപ്പെട്ടവരാണ് അഖിൽ പി ധർമ്മിതനെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നിംന വിജയനെ പോലെയുള്ള അങ്ങനെ ജനപ്രിയമായ എഴുത്ത് എല്ലാവരെയും അവർ വായനയിലേക്ക് തിരിച്ചു വന്നതിൻ്റെ ഗുണം ഞാനടക്കമുള്ള എഴുത്തുകാർക്ക് കിട്ടി തുടങ്ങി. എന്ന് വെച്ചാൽ കിട്ടി തുടങ്ങി എന്ന് പറഞ്ഞാൽ ഈ പുസ്തകങ്ങൾ വായിച്ച് വായനയിലേക്ക് എത്തിക്കഴിഞ്ഞവർ എന്ത് ചെയ്യുന്നു? ഇപ്പം പട്ടുനൂൽപ്പുഴു എസ് ഹരീഷിൻ്റെ ഹിറ്റ് നോവലാണ് അത്. ഈ എനിക്ക് തോന്നുന്ന റാം കെയർ ഓഫ് ആനന്ദിയും ഒരിക്കലും ഞാൻ നിംന വിജയൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് മുന്നോട്ട് വന്ന ഒരു തലമുറ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്നതിൻ്റെ ലക്ഷണമാണ്. തപോമയുടെ അച്ഛൻ ഈ സന്തോഷ് കുമാറിൻ്റെ നോവൽ നല്ല ഹിറ്റായിട്ട് ഓടുന്നു, നല്ല ഇതായിട്ട് പോകുന്നു. എൻ്റെ പുസ്തകങ്ങളാണേലും നന്നായിട്ട് വിറ്റഴിയുന്നുണ്ട്. പ്രോത്താസിൻ്റെ ഇതിഹാസവും ഇപ്പം എൻ്റെ കള്ളക്കടത്ത് കാലവും കരിക്കോട്ടക്കരിയും രാമച്ചിയൊക്കെ വീണ്ടും വായിക്കപ്പെടുന്നു. അപ്പം ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നത് ഈ പുതിയ കാലത്ത് വെച്ചതാണ്. അതുപോലെ തന്നെ ഒരു എഴുത്തുകാരൻ ഇനി അതിൻ്റെ മോണിറ്ററി സ്ഥാനത്തിലേക്കാണ് ഞാൻ സാറിനോട് ചോദിക്കുന്നത്. പറയാൻ ടാക്സിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണമെങ്കിൽ പറയണ്ട, അല്ല എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഈ സാറൊക്കെ എഴുതി തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഞാൻ എഴുതി തുടങ്ങുമ്പോൾ ഈ എഴുത്തുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല നമുക്കില്ല. എഴുത്തുകാരൻ എഴുതിയിട്ട് മാത്രം ജീവിക്കാൻ, അതുകൊണ്ടാണ് ഞാൻ സ്കൂളിൽ പോകേണ്ടി വരുന്നത്, ഞാൻ ജോലി ചെയ്യേണ്ടി വരുന്നത്. എഴുത്തുകൊണ്ട് മാത്രം നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷേ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു ബുക്ക് വിറ്റിട്ട് നല്ല പൈസ അഖിൽ പി ധർമ്മദിന് കിട്ടി. പണ്ട് എഴുത്തുകാരൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സിനിമാക്കാരുടെ മുന്നിൽ പോയി ഒന്ന് നിന്നെങ്കിൽ മാത്രമേ നമുക്കൊരു എണ്ണപ്പെട്ട ഒരു തുക, ശരി കുറച്ച് നേരം എണ്ണാവുന്നത്ര ഉള്ളൊരു പൈസ നമുക്ക് കിട്ടണമെങ്കിൽ സിനിമാക്കാരുടെ മുന്നിൽ പോയി നിൽക്കണം എഴുത്തുകാരൻ. സിനിമയാണ്. പക്ഷെ നിങ്ങൾ സിനിമയിലൂടെ ഉണ്ടാക്കുന്നതിനേക്കാൾ വരുമാനം പുസ്തകം വിറ്റ് തന്നെ ഉണ്ടാക്കാം എന്നുള്ള ഒരു മോണിറ്ററി ഏരിയ എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ വിപണിയുടെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? എഴുതി തുടങ്ങുന്ന കാലം തൊട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നവരുള്ള ആ മോണിറ്ററി ബെനിഫിറ്റിൻ്റെ കാര്യം പഴയ ദാരിദ്ര്യം തന്നെയാണോ ഇപ്പോൾ? ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് അന്ന് കേരള ശബ്ദത്തിലൊക്കെ ഒരു ലേഖന പരമ്പരയൊക്കെ എഴുതിയാണ് തുടങ്ങുന്നത്. അന്ന് ഒരു അധ്യായം, ഒരു ലക്കം നമ്മൾ എഴുതുന്നതിന് വെറും 30 രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. വളരെ തുച്ഛമായ ഒരു തുകയായിരുന്നു. അത് വെച്ച് ജീവിക്കാൻ വലിയ പാടാം. ഒരു 4 ലക്കം എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 120 രൂപ ഒരു മാസത്തെ. അതുപോലെ ഞെരുങ്ങി കഴിയേണ്ട വിധത്തിലുള്ള ഒരു പ്രതിഫലമാണ് മിക്കവാറും എല്ലാ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നത്. ഒരു 1980കളിലെ 90 വരെയുള്ള ഒരവസ്ഥ പരിതാപകരമായ അവസ്ഥ തന്നെയായിരുന്നു. എഴുതിക്കൊണ്ട് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കൂടുതൽ വീക്കിലികൾ, കൂടുതൽ പ്രസിദ്ധീകരണങ്ങളെല്ലാം രംഗത്ത് വന്നു. എഴുത്തുകാരുടെ റെമ്യൂണറേഷൻ മെച്ചപ്പെട്ടു തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ എഴുതി ജീവിക്കാം എന്നുള്ളൊരു ധൈര്യം ഒരു 90കൾക്ക് ശേഷമാണ് ഉണ്ടായത്. ഈ സിനിമ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? സാധാരണ എഴുത്തുകാരെ, എനിക്കങ്ങനെ അനുഭവമില്ല. എഴുത്തുകാരെ പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ അഡ്വാൻസ് ഒക്കെ കൊടുത്ത് അങ്ങനെ മേടിച്ച് സിനിമയിൽ നിന്ന് വലിയ തുക കിട്ടാറില്ലായിരുന്നു. എൻ്റെ 6 നോവലുകൾ സിനിമയായിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് കിട്ടിയത്. തുച്ഛമെന്ന് പറഞ്ഞാൽ അവരൊരു അഡ്വാൻസ് തരുന്നു, ഒരു 10,000 രൂപ വല്ലതും തരുന്നു. ഒരു സ്ത്രീധനം, പാളയം, ഭാര്യ, ദ്രാവിഡൻ, ഇതുപോലെ ഹിറ്റായ സിനിമകളുടെ നമുക്ക് കിട്ടിയ ഒരു പ്രതിഫലത്തിൻ്റെ തുകയാണ് പറയുന്നത്. അപ്പം വളരെ തുച്ഛമായ തുകയൊക്കെയാണ് അന്ന്. ഇന്ന് ചിലപ്പോൾ എഴുത്തുകാർക്ക് വലിയ തുക കിട്ടുന്നുണ്ടായിരിക്കും. താങ്കൾക്കൊക്കെ നല്ല തുക കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം പാൽത്തു ജാൻവർ ആണ്. പിന്നെ എൻ്റെ സിനിമ സാറ് കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും, ചുരുളി എന്ന് പറഞ്ഞൊരു സിനിമ. ചുരുളി ഞാൻ കണ്ട അതിൻ്റെ കഥയാണ്, അതിൻ്റെ കഥ എൻ്റെയാണ്. പിന്നെ ചതുരം എന്ന് പറയുന്ന സിദ്ധാർത്ഥ ഭരതൻ എഴുതിയൊരു ഡയറക്റ്റ് ചെയ്ത സിനിമയുണ്ട്, അതിൻ്റെ റൈറ്ററാണ്. അപ്പം ഞാൻ പറഞ്ഞത് നമുക്കും പറയണ്ട, ഞാൻ പിന്നെ എന്നെ അങ്ങനെ പറ്റിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു പുകച്ചം പറയുന്ന ആളായതുകൊണ്ട് എളുപ്പത്തിൽ പറ്റിക്കാൻ പറ്റാത്തതുകൊണ്ട് സിനിമാക്കാർ അങ്ങനെ ഞാനിതുവരെ പറ്റിയത് എനിക്ക് ഉണ്ടായിട്ടില്ല. സിനിമക്കാർ മാത്രമല്ല, പുസ്തക പ്രസാധകരാലും ഞങ്ങൾ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് എഴുതിയ പുസ്തകങ്ങളൊക്കെ ഒരു പേജിന് ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞാൽ അവർ ഒരു വെള്ള പേപ്പറിൽ എഴുതി വാങ്ങിച്ചിട്ട് ഒരു റവന്യൂ സ്റ്റാമ്പ് പൊട്ടിച്ച് വാങ്ങിക്കുക. പിന്നെ അതിൻ്റെ കുത്തകാവകാശം അവർക്ക് തന്നെയാണ്. അവരെത്ര പതിപ്പിറക്കിയാലും നമ്മൾ അറിയത്തുമില്ല, നമുക്ക് അതിന് പ്രത്യേകിച്ച് പ്രതിഫലം തരുന്നുമില്ല. ആദ്യം കുറച്ച് പൈസ തരും, ഒരു 5,000 രൂപയോ
ഒരു 10,000 രൂപയോ വല്ലതും തരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് തീർന്നു പുസ്തകത്തിന്. പക്ഷേ പുതിയതായിട്ട് വന്ന സാഹിത്യകാരന്മാർ, എഴുത്തുകാരൊക്കെ അവരുടെ പുസ്തകങ്ങളിൽ നിന്ന് വലിയ തുക കിട്ടത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ഇന്ന് നിലവിലുണ്ട്. ഇപ്പം എഴുതി ജീവിക്കാന്നുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ വലിയ അധ്വാനം ചെയ്തെങ്കിലും അതിന് തക്ക പ്രതിഫലം ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്നോട് ഇപ്പം പറഞ്ഞു ആകെ എത്ര മണിക്കൂർ, 3 മണിക്കൂർ എങ്ങാണ്ടാണ് ഉറങ്ങാറുള്ളത്. അതുപോലെ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു പൈസയൊക്കെ ജീവിച്ചു പോകാൻ തക്ക വിധത്തിലുള്ള പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ സീരിയലുകളിൽ എഴുതിയിട്ട് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ള പൈസയാണ്. നോവലുകളിൽ നിന്നും വളരെ തുച്ഛമായിട്ടുള്ള ഒരു 10 വർഷമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത വിധത്തിലുള്ള റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്. അല്ലാതെ അതിനു മുമ്പുള്ള കാലഘട്ടം വളരെ കഷ്ടമായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കഥ. ഞാൻ ഈ വെള്ളത്തൂൽ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ, ഞാൻ അവിടെ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളത്തൂൽ. അപ്പോൾ അടിമാലിലുള്ള ഒരാളെ പരിചയപ്പെട്ടു. അയാൾ ഈ മറ്റേ രതികഥകളില്ലേ, രതികഥകൾ അതെഴുതുന്ന ആളാണ്. രതികഥകളൊക്കെ എഴുതി കൊച്ചു പുസ്തകം നമ്മൾ പറയുന്ന പണ്ടുണ്ടായിരുന്ന അതെഴുതുന്ന ഒരാളെ പരിചയപ്പെട്ടത്. അപ്പോൾ അയാളുടെ ഒരു രതികഥ ഞാൻ വായിച്ചപ്പോഴാണ് അതിൻ്റെ അവസാനം എഴുതിയേക്കാണ് ഈ കഥയുടെ കൂടത്തിൽ തന്നെ, നിങ്ങൾ വായിച്ച് രസിച്ചല്ലോ, എനിക്കിതിന് കിട്ടിയത് 100 രൂപയും ഒരാഫുമാണ്. എനിക്കിതിന് കിട്ടിയത് 100 രൂപയും ഒരാഫുമാണ് എനിക്കിതിന് കിട്ടിയത്. കഥയുടെ കൂടെ തന്നെ അവസാനം പുള്ളി എഴുതി വെച്ചേക്കാണ്. ഈ അവസ്ഥയായിരുന്നു പണ്ട് എഴുത്തുകാരനെന്നാണ്. അതായത് നമ്മളെല്ലാം രസിപ്പിച്ച, നമ്മളെല്ലാം ഇതാക്കിയ ആ ഒരു എഴുത്തുകാരുടെ ഒരു സാമ്പത്തികാവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അതായത് മംഗളമൊക്കെ എനിക്ക് തോന്നുന്നത്, മംഗളം മനോരമയൊക്കെ ഒരു ലോറിക്കാണ് കണ്ണൂരേക്ക് വന്നുകൊണ്ടിരുന്നത്. 15 ലക്ഷം കോപ്പിയൊക്കെ അടിച്ചു. 15 ലക്ഷം കോപ്പിയൊക്കെ അടിച്ച വലിയ ലോറിക്കാണ് മനോരമയൊക്കെ അങ്ങോട്ട് കണ്ണൂരേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പം ആ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് വളരെ ബുദ്ധിമുട്ടിയാണ്. അതായത് ഒരു 80-90കളിൽ കാര്യമായ പ്രതിഫലമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2000-നും ഇങ്ങോട്ട് എഴുത്തുകാരുടെ പ്രതിഫലമൊക്കെ വളരെയധികം മെച്ചപ്പെട്ടു വന്നു. ചോദിക്കുന്നുണ്ടൊന്നും വിചാരിക്കരുത്. സീരിയലിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? സർക്കാർ ജോലി പോലെ ആ സീരിയൽ എന്നാണ് ചിലർ പറയുന്നത്. മാസം ശമ്പളം, ആഴ്ച ശമ്പളം കിട്ടുന്ന സീരിയലിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഈ സാമ്പത്തികമായിട്ട്? ഞാൻ ചുമ്മാ അറിയാൻ വേണ്ടി ചോദിക്കുന്നു, ഒരു മലയാളിയുടെ കൗതുകം. സീരിയലിൽ പല വിധത്തിലുള്ള റെമ്യൂണറേഷനാണ് നിലവിലുള്ളത്. അത് ഓരോരുത്തരെ എഴുതുന്ന സൃഷ്ടികളുടെ മേന്മ അനുസരിച്ചാണ് അതിൻ്റെ പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നത്. അപ്പം നന്നായിട്ട് എഴുതുന്നവർക്ക് നല്ല പ്രതിഫലം കിട്ടുന്നുണ്ട്. അങ്ങനെ അല്ലാതെ ആവറേജ് റേറ്റിംഗ് നോക്കിയിട്ടും, റേറ്റിംഗ് വരുന്നത് തന്നെ ഈ നല്ലപോലെ സ്ക്രിപ്റ്റ് എഴുതി നല്ല ഹിറ്റായിട്ട് ഓടുന്ന സീരിയലുകളിൽ നിന്നേ ആ റേറ്റിംഗ് ഉണ്ടാവുന്നുള്ളൂ. അതിനനുസരിച്ചുള്ള, അങ്ങനെ റേറ്റിംഗ് ഉണ്ടാക്കുന്ന എഴുത്തുകാർക്ക് അതിനനുസരിച്ചുള്ള പ്രതിഫലവും കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മൾ രണ്ടും ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് കുറച്ച് കൂടുതൽ സമയം ഈ ഓഡിയൻസിന് പറയാനുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് തള്ളാം എന്നുള്ളതാണ്. അതൊരു നല്ല ഐഡിയ ആയിരിക്കും എന്ന് തോന്നുന്നു. അതന്നെ ചേട്ടൻ തന്നെ ആദ്യം ഒരു ചോദ്യം. മൈക്ക്. ഞാൻ കോട്ടയംകാരനാണ്. മംഗളത്തിലെ ഒരു ജോലിക്കാരൻ, അല്ല മനോരമയിലെ ഒരു ജോലിക്കാരനായിരുന്നു മംഗളം എം എ വർഗീസ്. പുള്ളി ഞാൻ കേട്ടിരിക്കുന്നത്, സത്യം എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല, മനോരമയുടെ വേസ്റ്റ് പേപ്പർ, കട്ടിംഗ് പേപ്പർ എടുത്ത് ഈ പറഞ്ഞ പോലെ അശ്ലീല സാഹിത്യം എഴുതി. ഏത് പേപ്പർ? മറ്റേ ന്യൂസ് പ്രിന്റ്. ന്യൂസ് പ്രിന്റ് വേസ്റ്റ് പേപ്പർ എടുത്ത് ഇത് വേസ്റ്റ് പേപ്പർ എടുത്ത് അശ്ലീല സാഹിത്യം എഴുതി വിജയിച്ചു. അങ്ങനെ അതിനകത്ത് പൈസ ഉണ്ടാക്കി കഴിഞ്ഞപ്പം മനോരമ എന്ന് പറയുന്നത് പൈങ്കിളി എന്നാണ് പറയുന്നത്. അതിനേക്കാൾ ആ പൈങ്കിളിയേക്കാളും പൈങ്കിളി എഴുതി എഴുത്തുകാരെ പ്രലോഭിപ്പിച്ച് മംഗളം വാരിക വന്നു. അപ്പം മംഗളം വാരിക മനോരമയിലെ ജോലിക്കാരൻ മനോരമയെ പൊട്ടിച്ചപ്പം മനോരമ അതിലും താന്നു. മനോരമ വാരിക അതിലും താന്ന് അതിനൊക്കെ വന്നു. അപ്പം മംഗളവും മനോരമ ഒരു TV ചാനൽ വരുന്നതിന് മുമ്പ് മംഗളം, മനോരമ, മനോരാജ്യം, സഖി, ഇങ്ങനെ കോട്ടയത്തെ മുഴുവൻ മകാരങ്ങളുടെ കൂമ്പാരമായിരുന്നു. അപ്പം അതായത് ജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടം ഈ തടസാഹിത്യമാണ് ഇഷ്ടം. അതിൻ്റെ ഒരു അപ്പോൾ ആളുകൾ അയൽവക്കത്തെ മംഗളമുണ്ടോ മനോരമയുണ്ടോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പും മുളകും അല്ല ചോദിക്കുന്നത്, മംഗളവും മനോരമയും ഉപയോഗിക്കുന്നത്. അതിനേക്കാളും എല്ലാവർക്കും എപ്പോഴും കാശുണ്ടാക്കണം. എപ്പോഴും കാശുണ്ടാക്കേണ്ട അവസ്ഥ ഇവിടെ പറഞ്ഞു. കിട്ടിയ കാശിന്റെ അവസ്ഥ ഇവിടെ പറഞ്ഞു. അല്ല, എഴുതിയ കാശുണ്ടാക്കിയതിന്റെ അവസ്ഥയാ പറഞ്ഞ നേരത്തെ. ഇപ്പൊ അങ്ങനെ വന്നു. അപ്പൊ ഇപ്പൊ അതിൽ നിന്ന് മാറി ഇപ്പം എന്നാ അതിന്റെ പേരെന്നാ, ഇപ്പോൾ ചാനലുകൾ
അല്ല ചേട്ടൻ ചോദ്യത്തിലേക്ക് വാ, നമുക്ക് എന്നിട്ട് പറയാം. ഇപ്പൊ ഇതുവരെ ചേട്ടൻ പറഞ്ഞത് കേട്ട ഒരു കഥയാ, കേട്ട കഥയല്ല, അല്ല നമുക്ക് തെളിവൊന്നും ഉള്ള കാര്യമല്ലല്ലോ. എം സി വർഗീസ് അല്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ എം സി വർഗീസ് അവിടുന്ന് ന്യൂസ് പ്രിന്റ് കട്ടെടുത്തിട്ട് ഇത് എഴുതിയതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പറഞ്ഞു കേട്ട കഥകളാണ്, പറഞ്ഞു കേട്ട കഥകൾ ഇല്ല. ആ പറഞ്ഞു കേട്ട കഥകൾ എപ്പോഴും നമുക്ക് അങ്ങനെ കേട്ട് രസിച്ച് അങ്ങ് വിടാന്നുള്ളതാണ് അതിന്റെ അതിനകത്ത് നമുക്ക് പറഞ്ഞു കേട്ട കഥകൾ ചെയ്യാം. ഇപ്പോഴും എപ്പോഴും മനുഷ്യന്റെ ഈ ഇത് ചെറുവികാരങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാരും ചെയ്തോണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോഴും ചാനലുകളെല്ലാം ചെയ്യുന്നത് ഏറ്റവും ഒരു ഇപ്പൊ ഞാൻ പറയാം, പണ്ടൊക്കെ ഒരു പീഡന കഥയോ നമുക്കൊരു മോഡറേറ്റർ ഇല്ലായിരുന്നു, ഒരു പീഡന കഥകളൊക്കെ വന്നാല് പണ്ട് തനിനിറം പത്രം എന്ന് പറഞ്ഞ പത്രം ഉണ്ടായിരുന്നു. പണ്ട് 10-40-30 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു. തനിനിറം പത്രത്തിലാണ് അശ്ലീലമായ വാർത്തകൾ വന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം ചേട്ടന്റെ അഭിപ്രായമാണ് കേട്ടോ. പീഡന കഥകളെല്ലാം വന്നോണ്ടിരുന്നത് തനിനിറത്തില്ല. തനിനിറംകാരെ കേസ് കൊടുത്തിട്ടുണ്ട്, മനോരമയ്ക്ക് ഉത്തരവാദിത്തം ഇല്ലേ? ചേട്ടന് മാത്രമേ ഉള്ളൂ. വീടുകൾ ഈ വരുത്തത്തില്ല, ഇത് ബാർബർ ഷോപ്പുകളിലാണ് വരുത്തുന്നത്. ബാർബർ ഷോപ്പുകളിലൊക്കെ പോയി ഈ ഞങ്ങളെപ്പോലുള്ള അന്നത്തെ 6-18 വയസ്സുള്ള പിള്ളേരെല്ലാം പോയി ബാർബർ ഷോപ്പിൽ പോയി ഇത് വായിക്കും. ഇപ്പം വന്നിരിക്കുന്ന ഈ പീഡനങ്ങളെല്ലാം മലയാളത്തിലെ പ്രധാന പത്രങ്ങളിൽ. ചേട്ടന്റെ സമയം അവസാനിച്ചില്ലേ? ചേട്ടന്റെ സമയം അവസാനിച്ചു. ഫ്രണ്ട് വാർത്തയാണ്. ചേട്ടന്റെ സമയം ഇത് ബിസിനസ് ആണ് വാർത്ത. വെരി ഗുഡ്. എന്തായാലും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അത് ഒരു കയ്യടി കൊടുക്കാം നമുക്ക് നന്നായിട്ട്. അതെ, എന്തായാലും നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. അപ്പം ഞാൻ പറയുന്നത് മറ്റ് ആർക്കെങ്കിലും ഒക്കെ ചോദിക്കാനുള്ള അവസരം കൂടെ ഉണ്ടാവുമല്ലോ. ജോയ്സി സാറിനോട് എന്നോട്. ഗുഡ് ഈവനിങ്. ഒന്നാമത്തെ ചോദ്യം സാറിനോടാണ്. നിരവധി ചോദ്യങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും. ചുരുളി എഴുതി അവസാനിപ്പിച്ചപ്പം അത്ര പച്ചയായി എഴുതിയപ്പോൾ സാറിനുണ്ടായ ഒരു അനുഭവം ഒന്നറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. 2, സാറ് ചുരുളി എന്ന കല കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. തീർച്ചയായിട്ടും അത് 2. 1, സാറ് വളരെ പഴയ അത്രയും എഴുതിയ ആളാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു അഭിപ്രായം എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പ്രചോദനമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. ഞാൻ ചുരുളിയുടെ മാത്രമല്ല, ഞാൻ എൻ്റെ പൊതുവെയുള്ള എഴുത്തുകളെല്ലാം വലിയൊരു വേറെ ഡെക്കറേഷൻ പരിപാടിയുള്ള ആളല്ല. ഞാൻ ഒത്തിരി ഡെക്കറേഷൻ, അത് നമ്മൾ എന്താണോ എഴുതാൻ പോകുന്നത് അത് പച്ചയായിട്ട് എഴുതുക. അത് പ്രണയമാണെങ്കിലും അല്ലെങ്കിൽ സസ്പെൻസ് ആണെങ്കിലും അത് ത്രില്ലർ ആണെങ്കിലും എന്താണോ അത് പച്ചയായിട്ട് എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. കാരണം റിയൽ ലൈഫ് കണ്ടന്റ് എടുത്ത് ഏകദേശം വലിയ വ്യത്യാസം ഇല്ലാതെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചുരുളിയും അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. മറ്റൊരു അത് വലിയൊരു മഹത്തായ കാര്യം ചെയ്തു അല്ലെങ്കിൽ കളിക്കാമിനാറിലെ കുറ്റവാളികൾ എന്നുള്ള കഥ എഴുതുമ്പോൾ ഇതൊരു ഭയങ്കര വിപ്ലവകരമായ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് സ്വാഭാവികമായി ആ സാഹചര്യത്തിന് എന്താണോ ആവശ്യമായത് അത് കണക്കാക്കി അത് എഴുതി എന്നേ ഉള്ളൂ. അങ്ങനെ ഒരു തോന്നലേ എനിക്കുണ്ടായിട്ടുള്ളൂ. ചുരുളി കണ്ടിട്ട് എന്ത് തോന്നി ജോയ്സ് സാറിന്? ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുരുളി പോലെയുള്ള ഒരു കഥ എഴുതാനോ ഒരു സിനിമ എഴുതാനോ പറ്റിയ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നവരല്ല ഞങ്ങളെപ്പോലുള്ള പഴയ എഴുത്തുകാർ. ഞങ്ങൾക്കത് എഴുതാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ എഴുതി തുടങ്ങിയ കാലം മുതലേ ഇല്ല. കാരണം ഞങ്ങൾ വളരെ യാഥാസ്ഥിതികമായ ഒരു ചുറ്റുപാടിൽ നിന്ന് ആണ് ഈ എഴുത്തിലേക്ക് തിരിഞ്ഞു വന്നതും ഞങ്ങൾ ആരുടെ ഒക്കെയാണോ പാത പിന്തുടർന്ന് അവരിൽ നിന്ന് ഞങ്ങൾ പഠിച്ചതും അങ്ങനെ പച്ചയായിട്ട് എഴുതാനല്ല, വളരെ ആളുകൾക്ക് പ്രിയങ്കരമായ വിധത്തിലുള്ള അസഭ്യമോ അശ്ലീലമോ ഉപയോഗിച്ചല്ല, വളരെ ആളുകൾക്ക് രസിക്കുന്ന വിധത്തിൽ ജീവിത പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചതും. അതുകൊണ്ട് എനിക്ക് ചുരുളി കണ്ടപ്പോൾ തോന്നിയത് ചുരുളി ഒരു പച്ചയായ സിനിമയാണ്, പക്ഷേ അതൊരു കുടുംബ പ്രേക്ഷകർക്ക് ഒന്നടങ്കം ഇരുന്ന് കാണാൻ പറ്റുന്ന സിനിമയല്ല. അതാണ് എനിക്ക് തോന്നിയത്. വളരെ നന്നായി. അല്ല, അത് സാറിന് കൃത്യമായ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതെന്ന് വെച്ചാൽ അത് ഒരു കാര്യം അപ്പം വ്യക്തമാകുകയാണ്, ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു സാഹിത്യ രംഗത്ത് നിന്നും സ്വാതന്ത്ര്യത്തിൽ എഴുതാൻ കഴിയാത്തൊരു സാഹിത്യ രംഗത്ത് നിന്നും സ്വാതന്ത്ര്യത്തിൽ എഴുതാൻ കഴിയുന്ന നമ്മുടെ സ്വാതന്ത്ര്യം നമ്മൾ പിടിച്ചു വാങ്ങിക്കുന്ന ഒരു എഴുത്തിലേക്ക് പോകാൻ ചുരുളി പോലെ സിനിമയ്ക്ക് അല്ലെങ്കിൽ കളിക്കാമിനാറിലെ കുറ്റവാളികൾ എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തിന് ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റിയെന്നുള്ളതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഉത്തരവ്. എഴുത്തുകാരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റി. നമ്മൾ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ. കുടുംബ പ്രേക്ഷകർക്കുള്ളതല്ല അത്. അതായത് അതല്ല
അയ്യോ ചേട്ടനുള്ളൊരു മറുപടി ഞാൻ തരാം. അതെ, അത് മൈക്കിൽ കൂടെ പറഞ്ഞു. അത്ര റെലവൻ്റ് ആണെന്ന് തോന്നിയില്ല സാറേ, അതുകൊണ്ട് ജസ്റ്റ് പറയണമെന്ന് തോന്നി. പക്ഷേ ഒരുപക്ഷെ പത്മരാജൻ്റെയും പല സിനിമകളിലും അത് അശ്ലീലമെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ പച്ചയായി പറയുന്നുണ്ട് കാര്യങ്ങൾ. ഇത്രയ്ക്ക് പച്ചയായിട്ട് പറഞ്ഞില്ല, അത് സ്വാതന്ത്ര്യം തന്നെയാണ് തീർച്ചയായിട്ടും. ഇപ്പം ഉള്ള ഒരു കലാകാരനെ അനുഭവിക്കുന്ന അങ്ങേയറ്റത്തെ സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ അന്നത്തെ കാലത്തും ഒരുപാട് കൃതികളിൽ ഇത് വരുന്നുണ്ട് സാർ, ഇല്ലേ സാർ? അങ്ങനെയല്ലായിരുന്നു? അതെ, വളരെ മൂടി പൊതിഞ്ഞ് ആൾക്കാർക്ക് അത് അശ്ലീലമെന്ന് തോന്നാത്ത വിധത്തിൽ എനിക്ക് വളരെ ഒരു വിരോധം തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പത്മരാജന് ക്ലാര എന്ന് പറയുന്നത്. ഈ ക്ലാര എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഈ മോഹൻലാലിനെ ആദ്യം കണ്ടുമുട്ടുന്ന സാഹചര്യവും അതിനുശേഷം ഉണ്ടായ സാഹചര്യവും മോഹൻലാലിനെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അങ്ങനെ സാധിക്കുമായിരുന്നിട്ടും അങ്ങനെ ഒരു ഓഫർ കിട്ടിയിട്ടും അതെല്ലാം ഉപേക്ഷിച്ച് വ്യഭിചാര വൃത്തിയിലേക്ക് പോയ ഒരു കഥാപാത്രം സ്വയം തീരുമാനിച്ച്. പക്ഷേ അങ്ങനെ ആ കഥാപാത്രത്തിന് അങ്ങനെ പോകേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ സിനിമയ്ക്ക് അങ്ങനെയൊക്കെ ആകാം. സിനിമ അങ്ങനെ കാരണം പ്രേക്ഷകരെ രസിപ്പിക്കത്തക്ക വിധത്തിൽ അതിനു വേണ്ടിയിട്ട് ആണ് നിർമ്മിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പം അതിന് കലാമൂല്യവും കച്ചവട മൂല്യവും രണ്ടും കൂടെ ചേർത്ത് അത് ചെയ്ത ഒരു കലാകാരനാണ് പത്മരാജൻ. അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്ത ആളാണ്. പക്ഷേ സാർ ഒരു കാര്യം ഞാൻ അതിന് ഇതായിട്ട് ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഈ തൂവാനത്തുമ്പിയുള്ള ക്ലാരയെ പറ്റി അങ്ങനെ പറയുമ്പോൾ നമ്മുടെ കാവൽമാടത്തിലെ, അതായത് തൂവാനത്തുമ്പികൾ കണ്ടതിനേക്കാൾ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ വായിച്ച കാവൽമാടം സാർ എഴുതിയ നോവലിൽ, അതിലും സ്ത്രീയെ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നുള്ളത് ആലോചിക്കുക. ക്ലാര എന്ന ക്യാരക്ടറിൻ്റെ ആഴം അത് വേറൊരു ജോണറാണ്, വേറെ പരിപാടിയാണ്. നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് സാർ. അപ്പം അല്ലാതെ അതിന് ഇപ്പം കാവൽമാടത്തിൽ സാർ എഴുതി വെക്കുമ്പോൾ, അതായത് ആ റബ്ബർ തോട്ടത്തിൻ്റെ മുകളിലുള്ള അവിടെ കാവൽമാടത്തിൻ്റെ മുകളിൽ പോയി ആ കഥാപാത്രങ്ങൾ ചെയ്യുന്നതും അതിനപ്പുറവും ഇങ്ങനെയുള്ള കാര്യങ്ങളും, പത്മരാജൻ അതിനെ വേറൊരു കാവ്യാത്മകമായി പറഞ്ഞ കാര്യങ്ങളും പക്ഷേ ആ ക്യാരക്ടറിന് ഡെപ്ത് കൂടുതൽ ഞാൻ പറയും ക്ലാര എന്ന ക്യാരക്ടറിനാണ്. അതിന് ഡെപ്ത് കുറവാണെന്നല്ല പറഞ്ഞത്. അന്നും ഈ വിധത്തിൽ ഈ അശ്ലീലം മനോഹരമായിട്ട് അവതരിപ്പിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോഴും അതിനൊരു സ്വാതന്ത്ര്യക്കുറവ് അന്നും ഉണ്ട്. അതായത് പത്മരാജനും സ്വാതന്ത്ര്യക്കുറവുണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അതെ അതെ. അപ്പൊ അത് ആ സ്വാതന്ത്ര്യം ഓക്കെ. അപ്പം ചേട്ടൻ പറഞ്ഞ കാര്യത്തിന് ഒറ്റ മറുപടി, ചേട്ടനുള്ള മറുപടി ഇരുന്നാൽ തരാം. അല്ല, ചേട്ടൻ പറഞ്ഞ ഇരുന്നാൽ തരാം. ചേട്ടൻ പറഞ്ഞ ഒറ്റ കാര്യം, കുടുംബ പ്രേക്ഷകരെ അല്ലേ കാണാൻ പറ്റിയാലെന്നല്ലേ. ചുരുളി എന്ന സിനിമ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടി എവിടെയും റിലീസ് ചെയ്തിട്ടില്ല. അതാകെ ഓടുന്നത് സോണി ലിവ് എന്ന് പറയുന്ന OTT പ്ലാറ്റ്ഫോമിലാണ്. അത് കാശ് കൊടുത്ത് മേടിക്കണം. അതിന് പാസ്വേഡ് ഉണ്ട്. പാസ്വേഡ് ഇട്ട് അതിനകത്ത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് കാണിക്കുന്നതിന് മുമ്പ് ചേട്ടാ ഇത് അശ്ലീലമാണ്, ഇതിനകത്ത് ഇന്ന കണ്ടന്റ് ഉണ്ട്, ചേട്ടന് കാണണോ വേണ്ടയോ എന്ന് ചോദിക്കും. എനിക്ക് എന്തായാലും കാണണമെന്ന് പറഞ്ഞാൽ മാത്രമേ ആ സിനിമ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ കുടുംബ പ്രേക്ഷകരുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ആ സിനിമ ആരും പ്രദർശിപ്പിച്ചിട്ടില്ല. അവർ കുടുംബമായിട്ട് അപ്പനും മക്കളും എല്ലാവരും കൂടി ഇരുന്ന് കാണേണ്ട കാര്യമില്ല ആ സിനിമ. എവിടെ അവരുടെ പേര് കേസെടുത്ത് ജയിലിലിടണം. കാരണം സിംഗിൾ വ്യൂ ആണ്. ഓക്കെ, ഒരു ചോദ്യം അവിടെ ഉണ്ട്. സാർ നമസ്കാരം. സാർ ഞാൻ വിനോയ് തോമസ് സാറിനോട് ചോദിക്കുന്നത്, അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പത്മരാജൻ സാറിൻ്റെ ആ ഒരു ലൈംഗികമായ ചില കാര്യങ്ങൾ ഒരു മനോഹര രീതിയിലൂടെ അവതരിപ്പിക്കാന്നതിൻ്റെ വേറിട്ട്, ഇപ്പോൾ ഞാനൊരു കൊടുങ്ങല്ലൂർക്കാരനാണ്. ഇപ്പോൾ തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ഇത് വരിക. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ ഒരു ഭാഷ ഇപ്പം എല്ലാവരും ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണത്. ഇത് നമ്മുടെ ഒരു കഥ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ലിറ്ററേച്ചറിലേക്ക് ഒരു ഉൾക്കൊള്ളിക്കാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പത്മരാജൻ സാറിനായാലും അത് വേറൊരു ആശയമാണത് ഉൾക്കൊള്ളിക്കുന്നത്. പക്ഷേ ഈ ഒരു ആശയം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന കാര്യമാണ്, സാധാരണ ഒരു കാര്യമാണ്.
ഇത് നമ്മുടെ ഒരു ആവിഷ്കാരത്തിലേക്ക് കൊണ്ടുവരണം എന്നൊരു ചോയ്സ് ഉണ്ടല്ലോ. ഇത് സാറ് ഉൾക്കൊള്ളുമ്പോൾ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഓക്കെ ഇതെല്ലാവരും നോർമലി യൂസ് ചെയ്യുന്ന കാര്യമാണ്, ഇത് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചുകൂടാ, അങ്ങനെ ചോയ്സോടുകൂടി ചെയ്ത കാര്യമാണോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിത്യജീവിതത്തിലൂടെ കടന്നു പോകുന്ന ആശയങ്ങളൂടെ വന്നൊരു കാര്യമാണോ എന്നൊരു ചെറിയൊരു ചോദ്യമുണ്ട് എനിക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നിത്യജീവിതത്തിൽ വലിയ ഇതില്ലാതെ തെറി ഉപയോഗിക്കുന്ന ഒരാളാണ്. എല്ലാവരെയും പോലെ നമ്മൾ പേഴ്സണലായിട്ടുള്ള ആളുകളൊക്കെ കാണുമ്പോൾ അതാണ് ഞാൻ മെൻ്റലാകാതെ നിൽക്കാനുള്ള ഒരു കാരണം. എനിക്ക് മെൻ്റലാകാതിരിക്കാനുള്ള ഒരു കാരണം, വല്ലപ്പോഴും നമുക്ക് ഒരുത്തനോട് ദേഷ്യം തോന്നി എന്നടാ എന്ന് ചോദിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ ലോകം തോന്നി എന്നടാ എന്നാ പരിപാടിയാണ് കാണിച്ചതെന്ന് നമ്മൾ ചോദിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നമുക്ക് മാനസിക സംഘർഷം ഞാൻ എപ്പോഴും ലഘൂകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഈ അടിയും വെട്ടും കുത്തും അധികം ഉണ്ടാകാത്തത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാത്തത്. എനിക്കൊരാളോട് ദേഷ്യം തോന്നിയാൽ നേരിട്ടല്ല, ഫോൺ എടുത്തിട്ടാണെങ്കിലും 4 തെറി പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരാശ്വാസം വന്നു. അയാളും തെറി പറഞ്ഞു. അപ്പം ഓക്കെ, ആ തെറി പറഞ്ഞ് അങ്ങ് തീർന്നു. അതിലേക്ക് അടിയിലേക്കൊന്നും പോകുകയില്ല എന്നുള്ള ഒരു സാധനം. പിന്നെ അടിക്കേണ്ടവർക്ക് തെറി ഇല്ലാണ്ട് അടിക്കാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇതാണ് തെറി സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം. 1. 2, തള്ള എന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പം നമ്മൾ തള്ള എന്ന് വിളിക്കുന്നത് ശരിക്കും മലയാള ഭാഷ ജീവിക്കുന്നത് ഇത്തരം തള്ള, തന്ത, അതിനെയൊക്കെ നമ്മൾ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കണ്ടിട്ട് അതിനെയൊക്കെ ഒരു ഡീഗ്രേഡ് ചെയ്ത് ആ പദങ്ങളൊക്കെ ഗുണമില്ലാത്തത്, ആ പദങ്ങളൊക്കെ സംസാരിക്കുന്നവരെന്തോ പ്രശ്നമുള്ളവർ എന്നുള്ള രീതിയിലേക്ക് മലയാള ഭാഷ മാറിപ്പോയൊരു കാലമാണ് ഞാൻ എഴുത്തിലേക്ക് വരുന്നൊരു സമയം. എന്ന് പറഞ്ഞാൽ കുമാരനാശാൻ തള്ളയും കുഞ്ഞും എന്നുള്ള കവിത എഴുതിയിട്ട് പാഠപുസ്തകത്തിലേക്ക് അത് ഈ കാലം ചേർക്കുമ്പോൾ അമ്മയും കുഞ്ഞും എന്നുള്ള രീതിയിലേക്ക് കവിത മാറ്റാണ്, പേര് മാറ്റാണ്. ഇങ്ങനെ എന്തുകൊണ്ട് തള്ള എന്ന് പറയുന്ന തള്ള വിളിക്കുന്നു? പുതിയ പിള്ളേർ നമ്മുടെ തെറികളെല്ലാം എടുത്തിട്ട് ദൂരെ കളഞ്ഞെന്നുള്ളതാണ്. ഈ ചുരുളി വന്നതിന് ശേഷം ഉണ്ടായ ഒരു വലിയ മാറ്റം ഞാൻ പറയുന്നത്, പുതിയ ചെറുപ്പക്കാരായ പിള്ളേരെല്ലാം ഇപ്പം ഞാനൊരു വാക്ക് ഊക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അർത്ഥമേ അവർ മാറ്റിക്കളഞ്ഞു. കളിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളിപ്പം അത് ഉപയോഗിക്കുന്നത്. കോട്ടയത്ത് അത് പ്രശ്നമാണ്. കോട്ടയത്തെന്നല്ല, കോട്ടയത്തെ നമ്മുടെ പ്രായക്കാരാ ചേട്ടാ അത് പ്രശ്നം. നമ്മുടെ പ്രായക്കാർക്കാണ് പ്രശ്നം. പിള്ളേർ അതിൻ്റെ അർത്ഥമേ മാറ്റിക്കളഞ്ഞു. അതുപോലെ ഓളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവർ മൊത്തത്തിൽ അങ്ങ് മാറ്റി. എന്നെ വിളിക്കുന്നത് കമൻറ്റോളി എന്നാണ്, ഞാൻ കമൻറ്റ് പറയുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ആ വാക്ക് മാറ്റിക്കളഞ്ഞു. തിരുവനന്തപുരത്ത് എന്ന പ്രശ്നമാണത് നമ്മുടെ പ്രായക്കാർക്ക്. ഞാൻ പറയുന്നത് ഭാഷയെ ഇങ്ങനെ നവീകരിച്ച് അവരവരുടെ സ്ട്രെസ് റിലീഫിന് ഉപയോഗിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ നിന്നിട്ടാണ് ചുരുളി ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് അത് എൻ്റെ ഒരു സ്ട്രെസ് റിലീഫ് ആയിരുന്നു എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഞാൻ അത്തരം ഒരു ലാംഗ്വേജിലേക്ക് എഴുതാനുള്ള ഒരു കാരണം. അദ്ദേഹം പറഞ്ഞതിലൊരു വാസ്തവമുണ്ട്. ഒരുപാട് അടിപിടിയെല്ലാം ഒഴിവായി പോകുന്നത് ഈ തെറി പറച്ചില്ല. ഞാൻ ഹൈറേഞ്ച് ജീവിച്ച ഒരാളാണ്. ഹൈറേഞ്ചിൽ ഈ ചുരുളിയിലുള്ള കഥാപാത്രങ്ങളെ ഞാൻ നിത്യേന കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ചുരുളിയിലുള്ള അനേകം തെറി ഇതിനേക്കാളും കടുപ്പത്തിൽ തെറി പറയുന്ന കഥാപാത്രങ്ങളെ. കാരണം അവിടെ അന്നത്തെ കുടിയേറ്റ മേഖലയിൽ ആ കാലഘട്ടത്തിൽ അന്ന് ജോലി എടുക്കുന്നവർക്കിടയിൽ ഇതാണ് കമ്മ്യൂണിക്കേഷനുള്ള ഭാഷ. അതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ പിണ്ടിയും പറഞ്ഞിരിക്കുന്നല്ലേ രസം അല്ല, ഇവർ പറയുന്ന അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ നമസ്കാരം. ബിനോയ് സാറിനോടാണ്. സാർ, ഈ തിരക്കഥ എഴുതാൻ നേരത്ത് ചിലപ്പോൾ സംവിധായകനുമായിട്ട് സാറ് കൺസീവ് ചെയ്തതായിരിക്കില്ല ചിലപ്പോൾ സംവിധായകന് തോന്നുന്ന ആ ഒരു ഇതിൽ. അപ്പോൾ അത് സിനിമയാക്കാൻ നേരത്ത് അത് നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമല്ലോ. സംവിധായകൻ വിചാരിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ, അല്ല തിരക്കഥാകൃത്ത് വിചാരിക്കുന്നതായിരിക്കില്ല സംവിധായകന് ഷൂട്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഞാനൊരു നോവൽ കഥ എഴുത്തുകാരൻ, ഫിക്ഷൻ റൈറ്ററാണ്. സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ പോകുന്നെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ പറയും, ഇത് നിൻ്റെ പരിപാടിയല്ല, ഇത് സംവിധായകൻ്റെ പരിപാടിയാണ്. അയാൾ കാണുന്ന വിഷ്വലിന് നമ്മളൊരു കഥ ഇങ്ങനെ, എൻ്റെ ഇപ്പോൾ ഒരു കഥ വായിച്ചു. ഇപ്പോൾ ലിജോയുടെ ഉദാഹരണം തന്നെ ഞാൻ പറയാം. കളിക മിനാറിലെ കുറ്റവാളികൾ എന്ന് പറയുന്ന കഥ ലിജോ വായിക്കുന്നു. അപ്പോൾ ലിജോ വായിച്ചതിന് ശേഷം ലിജോ അതിലൊരു സിനിമ കാണുന്നുണ്ട്, അതിലൊരു ഒരു 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 സിനിമ പുള്ളി കാണുന്നുണ്ട്. അത് ഞാൻ കാണുന്ന സാധനമേ അല്ല അത്. അപ്പോൾ ലിജോ എന്ത് ചെയ്തു? അത് എസ് ഹരീഷിനോട് ആ സിനിമ പറഞ്ഞിട്ട് ലിജോയ്ക്ക് ആവശ്യമായ തിരക്കഥ, സീനുകൾ എന്ത് ചെയ്തു? എഴുതി വെപ്പിച്ചു. ചുരുളിയിൽ അഭിനയിച്ച ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്.
അപ്പോൾ ഓക്കെ. അപ്പം എന്താണ്, ആ എസ് ഐ രജിസ്റ്ററോട് പറഞ്ഞിട്ട് അതിനാവശ്യമായ രീതിയിൽ വിഷ്വൽസ് എഴുതിച്ച് ദൃശ്യമുണ്ടാക്കുന്നു. സിനിമ പൂർണ്ണമായും സംവിധായകൻ്റെ കലയാണ്. എൻ്റെ കഥ കളികമിനാറിലെ കുറ്റവാളികൾ ഇപ്പം മുള്ളരഞ്ഞാണെന്ന് പറഞ്ഞ സമാഹാരത്തിലുണ്ട്. അവിടെ ആ കഥ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. ഞാൻ എഴുതിയ ലാംഗ്വേജ് അല്ല. ഒന്ന് നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കുന്ന, എഴുത്തുകാർ പൊതുവെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്നാ അറിയോ, നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് അക്ഷരങ്ങളും വാക്കുകളുമാണ്. നമ്മുടെ ടൂൾ, എഴുതാനുള്ള ടൂൾ എന്ന് പറയുന്നത്. സംവിധായകൻ്റെ അതല്ല. സംവിധായകൻ്റെ ഷോട്ടുകളാണ്, ഫ്രെയിംസാണ്. അത് വെച്ച് എന്തെല്ലാം ചെയ്യുന്നു, അതാണ് ലാംഗ്വേജ്. അതുകൊണ്ട് നല്ല നമുക്ക് ഉദാഹരണം ഞാൻ പറയുന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറേ സാഹിത്യകൃതികൾ സിനിമയാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്ലോപ്പായി പോകും. കാരണം അവർ വെറും ആ കഥയെ മാത്രം ഫോളോ ചെയ്താണ് പോകുന്നത്. കഥയെ ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. കാരണം കഥ എഴുതിയിരിക്കുന്നത് അക്ഷരങ്ങളും വാക്കുകളും ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജിലാണ്. സിനിമ എഴുതേണ്ടത് ഷോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ലാംഗ്വേജിലാണ്. അത് സംവിധായകനാണ് തീരുമാനിക്കുന്നത്. എന്താണ് സിനിമ എന്ന് തീരുമാനിക്കേണ്ടത് സംവിധായകനാണ്. അയാളുടെ കൂടെ നിൽക്കുക, അയാൾക്ക് ചെറിയ സഹായങ്ങൾ ചെയ്യുക എന്നത് മാത്രമേ സിനിമയിൽ ഒരു എഴുത്തുകാരൻ്റെ റോളുള്ളൂ. അതൊരു നടനെ അയാൾ പിക്ക് ചെയ്യുന്ന പോലെ, ക്യാമറമാനെ പിക്ക് ചെയ്യുന്ന പോലെ, മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പിക്ക് ചെയ്യുന്ന പോലെ, അത് മാത്രമാണ്, അത്രയും റോളേ ആർക്കുള്ളൂ, എഴുത്തുകാരന് സിനിമയിലുള്ളൂ എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഞാൻ സിനിമ എഴുതാൻ പോകുന്നത്. അതുകൊണ്ട് ഇതുവരെ ഞാൻ എഴുതിയ സിനിമ സംവിധായകരുമായിട്ടൊരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. കാരണം അത് അവരുടെ കലയാണ്. എൻ്റെ ഇത് ഇപ്പുറത്തുണ്ട്. അതാണ്. സാറിന് എന്ത് തോന്നിയിട്ടുണ്ട് അതിനെപ്പറ്റി? സാറ് പാളയത്തിൻ്റെ ഒക്കെ എത്രയോ സിനിമകളായിട്ടുണ്ട്. സാറിന് സീരിയലാക്കുമ്പോൾ എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? അല്ല, ഈ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം നമ്മൾ കഥ എഴുതുമ്പം അതിൽ സാഹിത്യത്തിനാണ് അതിന് പ്രാധാന്യം കൂടുതൽ. അവർ സംവിധായകൻ അത് സിനിമയാക്കുമ്പം അവർ ദൃശ്യപ്രാധാന്യം ആണ് അവർ മുന്നിൽ കാണുന്നതും അതനുസരിച്ചാണ് അവർ അതിൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതും. അത് ആ വിധത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് റൈറ്ററെ പ്രേരിപ്പിക്കുന്നതും അങ്ങനെയാണ്. കാരണം നമ്മൾ വലുതെന്ന് തോന്നുന്ന ഒരുപാട് കഥാസന്ദർഭങ്ങൾ ചിലപ്പോൾ അവർ കട്ട് ചെയ്ത് കളയും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഫ്രെയിമിൽ കൂടെ നോക്കുമ്പോൾ അതിന് വലിയ ഭംഗി ഉണ്ടാവില്ല. അവർക്ക് സംവിധായകന് ഏറ്റവും ദൃശ്യഭംഗി കിട്ടുന്ന എന്നോട് ഒരു ഡയറക്ടർ ആയി വർക്ക് ചെയ്ത ഒരാൾ പറഞ്ഞത്, നമ്മൾ കാണിക്കാനുള്ളത് ഒരിക്കലും പറയരുത്, പറയാനുള്ളത് ഒരിക്കലും കാണിക്കുകയും ചെയ്യരുത്. ഇതാണ് ഇതിൻ്റെ മൂലതത്വം. അത് സിനിമയുടെ മെയിൻ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ വിഷ്വലി കാണിക്കുക, പിന്നെ അത് കെട്ടിത്തൂക്കാൻ തല്ലിക്കൊല്ലം അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. സാറേ, ജോയ്സ് സാറിനെയും സാറിനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞില്ലേ സംവിധായകനാണ് എല്ലാത്തിലും മികച്ചു കളിക്കുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തിരക്കഥ കൊണ്ട്, നല്ല തിരക്കഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല സിനിമ നിർമ്മിക്കാൻ കഴിയും. അപ്പോൾ സംവിധായകൻ്റെ അവിടെ ആ ഭാരം കുറഞ്ഞു കിട്ടുമെന്ന് ഞാൻ ശ്രീനിവാസനെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സാർ? നല്ല നടനുണ്ടെങ്കിലും സംവിധായകൻ്റെ ഭാരം കുറഞ്ഞു കിട്ടും. നല്ല നടനുണ്ടെങ്കിലും സംവിധായകൻ്റെ ഒരു ഏരിയയിലാണ്. നല്ല നടന്മാരെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒന്നും എന്ത് ചെയ്യേണ്ട, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, അയാൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടും. നല്ല ക്യാമറമാൻ ഉണ്ടെങ്കിൽ സംവിധായകൻ്റെ ഭാരം കുറഞ്ഞു കിട്ടും. അപ്പം സംവിധായകൻ ആൾ ചൂസ് ചെയ്യുക ഇതെല്ലാം. അപ്പോൾ അയാൾ ചൂസ് ചെയ്യുന്ന, അതാണ് സംവിധായകൻ്റെ കഴിവെന്ന് പറയുന്നത്. ചൂസ് ചെയ്യാനുള്ള കഴിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആര് എൻ്റെ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യേണ്ട ആര്? അപ്പം കുറേ എളുപ്പമായി കിട്ടും. ഈ വികാരം ഡയറക്ടർക്ക് ഇത് പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ മ്യൂസിക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം മ്യൂസിക്കിന് ആരെ ചെയ്യും എന്നുള്ള ആ ചൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോന്നും ചൂസ് ചെയ്യുക എന്നുള്ളതാണ് സംവിധായകൻ്റെ ദൗത്യം. അതാണ് ബുദ്ധിയുള്ള സംവിധായകൻ അങ്ങനെ നല്ല തിരക്കഥാകൃത്തിനെയും നല്ല ഇവരെയൊക്കെ ചൂസ് ചെയ്തിട്ടാണ് സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് ശരിയല്ലേ? ഇപ്പം നമ്മുടെ അഭിപ്രായം ഒരുമിച്ച് വന്നില്ലേ? ചില തിരക്കഥാകൃത്തുക്കളുടെ തിരക്കഥ കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ലോഹിദാസിൻ്റെ മിക്കവാറും എല്ലാ തിരക്കഥകളും വലിയ ഹിറ്റായി പോയിട്ടുണ്ട്. വലിയ സംവിധായകർ, വളരെ കഴിവുള്ള സംവിധായകർ സംവിധാനം ചെയ്ത പല തിരക്കഥകളും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇത് ഒരു ടീം വർക്കാണ്. അതേ, ആ ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അതെ, ടീമിൻ്റെ ക്യാപ്റ്റനാണ്. അപ്പോൾ ഏറ്റവും നല്ല ആളുകളെ സെലക്ട് ചെയ്ത് ആ ചിത്രം നിർമ്മിക്കുക, നല്ല ചർച്ചയും നല്ല കമ്മ്യൂണിക്കേഷനും ഒക്കെ ഇവിടെ ചെയ്യുമ്പോഴാണ് ഓരോ പ്രോഡക്റ്റും ഉണ്ടായി വരുന്നത്. കാരണം ഇതൊരു ടീം പരിപാടി ആയിട്ടുള്ളതാണ്. പിന്നെ എക്സ്ട്രീം ടാലൻറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു റൈറ്ററോ അല്ലെങ്കിൽ ഒരു സംവിധായകനോ അവരുടെ ഒരു സൃഷ്ടിക്ക് കൂടുതൽ ഒരു വിജയസാധ്യത
തരുന്നുണ്ട് അല്ലേ? തീർച്ചയായും. അതെ. അപ്പം എല്ലാവരും നല്ല ആളുകളെ പിക്ക് ചെയ്യും, നല്ല ടീം വർക്ക് നടക്കും. നമ്മുടെ ഇതാണ് സാറിന് എന്താ ജീവിതത്തിൽ ബാലൻസ് നിലനിർത്താൻ തെറി സഹായിക്കുന്നുണ്ടെന്നാണ് ബിനോയ് തോമസ് പറഞ്ഞത്. അപ്പോൾ താങ്കളുടെ തൊഴിൽ അധ്യാപനമാണല്ലോ. അതെ. അപ്പോൾ ഈ അധ്യാപനവും താങ്കളുടെ ഈ മാനസിക സമ്മർദ്ദവും തമ്മിൽ എങ്ങനെ സമരസപ്പെടുത്തുന്നത്? വളരെ സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ കാരണം നമുക്ക് ക്ലാസ്സിൽ പലപ്പോഴും തെറി പറയാൻ തോന്നും. ഞാൻ മനുഷ്യനല്ലേ. അധ്യാപനം എന്ന് പറയുന്നത് എല്ലാവരും എപ്പോഴും എല്ലായിടത്തും ചെന്നാലും ഇത് ഒരു ചോദ്യമാണ്. അധ്യാപകർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, കുട്ടികളിപ്പം മനസ്സിലാക്കി കഴിഞ്ഞു നമ്മളും അവരെ പോലെ ജെന്യൂൻ ആയിട്ടുള്ള സാധാരണ മനുഷ്യരാണ്. നമുക്കും എല്ലാ മനുഷ്യർക്കുള്ള വികാരം ഉണ്ടാകും. നമ്മളെ ആകെ ഞാനൊക്കെ B.Ed 1 വർഷമാണ് പഠിക്കുന്നത്. 1 വർഷം B.Ed പഠിക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യൻ ആ സബ്ജക്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ പഠിക്കുമെന്നല്ലാതെ വേറെ പുതിയ ഒരു ലോകത്ത് പോയിട്ട് പുനർസൃഷ്ടി നടത്തിയൊന്നും നമുക്ക് വരാൻ പറ്റില്ല. അപ്പം ഈ 1 വർഷം കൊണ്ട് പഠിച്ച ടെക്നിക്ക് കൊണ്ട് എങ്ങനെ സാധാരണ മനുഷ്യന് ഒരുമാതിരി ബാലൻസ് ചെയ്ത് പോകാം എന്നുള്ളതാണ് അധ്യാപകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ക്ലാസ് റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്ട്രെസ്സും കൂടെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് 4 തെറി എഴുതി വെക്കുമ്പം എൻ്റെ സ്ട്രെസ്സ് പോകും. അതുപോലെ അത് സ്റ്റാഫ് റൂമിൽ വളരെ ഗുണം ചെയ്യും. സ്റ്റാഫ് റൂമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ നമ്മളൊന്ന് പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ, ആ പ്രശ്നമാണ്. പിന്നെ അങ്ങോട്ട് ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ തുടങ്ങി. അതോടെ ആ പ്രശ്നം അവിടെ തീർന്നു. ശീതസമരമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റാഫ് റൂം എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റക്കെട്ടായിട്ടാണ് പോകുന്നത്. വളരെ വളരെ എനർജറ്റിക് ആയിട്ടാണ് പോകുന്നത്. സന്തോഷകരമായിട്ടാണ് പോകുന്നത്. സ്റ്റാഫ് റൂം നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം സന്തോഷകരമായി പോകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ചെറിയ തെറിയൊന്നും ഇപ്പോൾ സ്റ്റാഫ് റൂമിൽ തെറിയല്ല. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്താ പറയുന്നതെന്ന് കേൾക്കണമെങ്കിൽ അവർ ഫുട്ബോൾ കളിക്കുന്നിടത്തേക്ക് ചെന്നാൽ മതി, നമ്മളൊന്ന് മാറി നിന്നാൽ മതി. അടിക്കണം മറ്റോനെ, അത് നീ കളഞ്ഞില്ലേടാ എന്ന് പറയുന്ന അവരും മനസ്സ് തുറന്ന് പറയുന്നു. ഞങ്ങൾ അതിനൊന്നും അവനെ വിളിച്ചിട്ട് എടാ അത് പറഞ്ഞില്ലേടാ, എടാ ഞാനിങ്ങനെ പറയുള്ളൂ. എടാ ഒരനുഭവം ഞാൻ വേണമെങ്കിൽ പറയാം, ഒരനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്, കുട്ടികളോട് ഒരു കവിത വായിച്ചിട്ട് ഞാൻ അർത്ഥം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല എൻ്റെ ടീച്ചിങ് മെത്തേഡ്. നിങ്ങൾക്ക് എന്ത് മനസ്സിൽ തോന്നുന്നോ അത് എഴുതുക എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. അപ്പം ഒരുത്തൻ എന്നോട് ചോദിച്ചു എന്തും എഴുതാവോ സാറേ? എന്തും എഴുതാവോ? ഞാൻ പറഞ്ഞു എന്തും എഴുതാടാ, എന്തും എഴുതാന്ന് പറഞ്ഞു. അവൻ പോയിട്ട് ഫസ്റ്റിൽ എഴുതിക്കൊണ്ട് വന്നത്, എനിക്ക് ഈ ഇവൻ്റെ കവിത ഒരു ഇതും മനസ്സിലായില്ല എന്നാണ് അവൻ. അപ്പം ഞാൻ എൻ്റെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മുഴുവൻ കുട്ടികളുടെയും അന്നേരം അവരുടെ വർക്ക് വായിച്ച് നോക്കി, അവർക്ക് അന്നേരം എന്നെ മാർക്കിട്ട് കൊടുത്തിട്ട് ഞാൻ 1-2 വർക്ക് ഒരു പീരീഡ് കൊടുക്കും. അത് മുഴുവൻ വായിച്ച് നോക്കി, 1/2 പേജൊക്കെ ഉണ്ടാവുള്ളൂ, എല്ലാവരെയും വായിച്ച് നോക്കി. അപ്പം ഞാൻ ചോദിച്ചു, എടാ ഇത് ശരിയാണ്, നീ എഴുതിയത് നിനക്ക് ഒന്നും മനസ്സിലായില്ല? ഒന്നും മനസ്സിലായില്ല സാറേ ആ കവിത. അപ്പം ഞാൻ പറഞ്ഞു, ഈ അതിൻ്റെ താഴോട്ട് പിന്നെ അവൻ കുറേ എഴുതിയിട്ടുണ്ട്. ഒരു കവി അവിടെ വയനാട്ടിൽ പോയി താമസിക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു അത് മനസ്സിലായില്ലേ? അപ്പം അവൻ പറഞ്ഞു അത് മനസ്സിലായി. അത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പ്രകൃതിയെ പറ്റിയാണ് എഴുതി, അത് മനസ്സിലായില്ലേ? അത് മനസ്സിലായി സാറേ. അങ്ങനെ പറഞ്ഞു വന്നപ്പം ഇവന് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ആദ്യം എഴുതിയ സെൻറ്റൻസിന് വേണോ? അത് ശരിയല്ല സാറേ. അപ്പം ആ കോപ്പൻ എന്നുള്ളത് വെട്ടാവോ നിനക്ക്? അത് വെട്ടിക്കളയാൻ സാറേ, അത് വെട്ടാം. അത് വെട്ടി. എനിക്ക് ഭയങ്കര സംതൃപ്തി തോന്നി. അത് കഴിഞ്ഞ് അത് വായിച്ചു നോക്കുമ്പം ഒരു നല്ല മികച്ച ആസ്വാദനമാണ് ആ കവിതയുടെ അവൻ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത്? നിനക്കെന്തും എഴുതാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഞാൻ അവന് കൊടുത്തത് കൊണ്ടാണ്. മറ്റൊരു പാഠം കൂടെ അവനത് അവിടുന്ന് കിട്ടി. എവിടെയാണ് തെറി പറയേണ്ടത്, എവിടെയാണ് നമുക്ക് തെറി പറഞ്ഞാൽ അത് വെട്ടിക്കളയേണ്ടത്, നമ്മൾ പറഞ്ഞ തെറി ശരിയല്ല എന്ന് തോന്നുമ്പോൾ വെട്ടിക്കളയാനുള്ള ഒരു പാഠം കൂടി അവന് കിട്ടുകയാണ്. ഇങ്ങനെയാണ് ഞാൻ സാധനങ്ങളെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഞാൻ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്നതും സമൂഹത്തിൽ ഉപയോഗിക്കുന്നതും ഇങ്ങനെയാണ്. പിന്നെ ഒരു സാധനം എന്നാ വെച്ചാൽ ചുരുളി എഴുതിയ ആളാന്ന് പറയുന്നുണ്ട്. പിന്നെ വലിയൊരു ചോദ്യമൊന്നും വരികയല്ല, അദ്ദേഹം പറയും. ഞാൻ ഒരു സാധാരണ രീതിയിൽ പറയുന്നതാണ്, ഇവിടുത്തെ വലിയ അതൊന്നുമല്ല ഞാൻ പറയുന്നത്. സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അധ്യാപകനും സാധാരണ മനുഷ്യനാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തിരക്കഥയല്ല, കഥ. അങ്ങനെ പറയുമോ? ഇല്ല. അതെന്നാന്നത്? അല്ല, പുള്ളിക്ക് അതിനകത്ത് ആ ഭാഷ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ആ കഥ എടുക്കുന്നത്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലല്ലല്ല,
അതെ. ആ ആ ആ അതെ, അത് പറയാം. അല്ല, ആരുടെ ഇടയ്ക്കോ ചേട്ടാ, ചേട്ടാ അത് ചേട്ടൻ്റെ ഒരു തെറ്റിദ്ധാരണയാണ്. ഈ എല്ലാവരും, അതായത് നമ്മൾ ഈ ബ്രാഹ്മണന്മാർ ശ്രീകോവില് ഒക്കെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, സംസ്കൃതത്തിൽ തെറി പറയും, മനസ്സിലായ? തെറിയില്ലാണ്ട് ഒരു ആ തെറിയില്ലാത്ത ഭാഷ മരിച്ചു പോകും. അതുകൊണ്ട് ചേട്ടൻ പറയുന്നത് ഒരു വിഭാഗമോ ഒരു വർഗമോ ഒരു ജാതിയോ ഒരു സമൂഹമോ സ്പെഷ്യലായിട്ട് അവർക്ക് മാത്രമുള്ളതല്ല തെറി. തെറി എന്ന് പറയുന്നത് എല്ലാ സമൂഹത്തിലെ എല്ലാ ഭാഷയിലും എല്ലാ വർഗത്തിലും എല്ലാ ജാതിയിലുമുള്ള ആളുകൾക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള വാക്കിനെയാണ് നമ്മൾ തെറി എന്ന് പറയുന്നത്. അപ്പം ഏഭ്യ എന്ന് വിളിച്ചാൽ അത് വലിയ തെറിയാ ആ സമൂഹത്തിൽ. അതെന്താന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ഭാഷ അല്ലാത്തതുകൊണ്ടാണ്. അത് സംസ്കൃതവുമായി ബന്ധപ്പെട്ട് വരുന്ന തത്സമമായ ഒരു വാക്കായതുകൊണ്ടാണ്. ചേട്ടൻ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അത് ചേട്ടന് തോന്നുന്ന, അവനോടൊന്ന് പോയി മുട്ടി നോക്ക്, അന്നേരം അറിയാൻ തെറി പറയോ ഇല്ലെന്ന് കേട്ടാ. ആ സാറേ, അവിടെ ഒരു ചോദ്യം വരുന്ന ചേട്ടാ. ഈ ഞാൻ അദ്ദേഹത്തിൻ്റെ 2 പോർത്തുഗീസിൻ്റെ ഇതിഹാസവും കരിക്കോട്ടക്കരിയാണ് വായിച്ച് പരിചയമുള്ളത്. അങ്ങനെ വായിച്ച് ഒരു ഇഷ്ടപ്പെട്ടതാണ്. എൻ്റെ ഒരു ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്, നമ്മളിപ്പോൾ ഒരു തിരക്കഥ, ഞാനിതിൻ്റെ തുടക്കം പോലും കേട്ടില്ല, അതിൻ്റെ ഒരു ഈ ഞാൻ എഴുതുന്ന അല്ലെങ്കിൽ സാർ എഴുതുന്ന അല്ലെങ്കിൽ ഏത് ഒരു കഥാകൃത്ത് എഴുതുന്ന തിരക്കഥ സിനിമയായി സംവിധായകൻ സിനിമയായി ചെയ്തത് വന്നു കഴിയുമ്പോൾ അത് കഥാകൃത്ത് ഉദ്ദേശിച്ച രീതിയിൽ വന്നില്ല എന്നുള്ളൊരു തോന്നൽ പേർത്തും വരുമ്പോഴാണ് ഒരു തിരക്കഥാകൃത്ത് സംവിധായകനായി മാറുന്നത്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ആ ചോദ്യം വന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറഞ്ഞു അല്ലെ. അപ്പൊ എൻ്റെ ഒരു സംശയം, അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ലോകദാസ് സാറൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പിന്നാമ്പുറത്തുനിന്നുള്ള സംസാരമാണ്. അദ്ദേഹത്തിന് എന്തായിരുന്നു തോട്ടം എന്നുള്ള അദ്ദേഹം അത് ഒരു യൂട്യൂബിലൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ടോ? അങ്ങനെ സംഭവിക്കുന്ന പലരും പരാജയമാണോ വിജയമാണോ എന്നൊക്കെയുള്ള. പിന്നെ ഇപ്പോൾ വരുന്ന ഒരു കഥാകൃത്തുക്കളിൽ പലരിലും ഒരു സിനിമ പ്ലോട്ട് കണ്ടെഴുതുന്ന ഒരു സ്വഭാവം ചില എന്തിൽ കാണുന്നുണ്ട്. അപ്പോൾ അതില്ലാതെ ഇപ്പോൾ ഈ ആ കഥയെടുക്കുമ്പോഴും ഇതിലൊന്നും കാണുമ്പോൾ ഈ കരിക്കോട്ടക്കരിയോ അല്ലെങ്കിൽ ഇതൊന്നും കാണുമ്പോൾ നമ്മൾ സിനിമയുടെ ഫ്രെയിം അല്ല, ഇതൊരു എഴുത്തുകാരൻ്റെ ഒരു നോവലിസ്റ്റിൻ്റെ കാഴ്ചപ്പാടിലാണ്. കരിക്കോട്ടക്കരിയെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുമ്പോൾ കരിക്കോട്ടക്കരി ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് കരുതുന്നത് ഒരു ദളിത് രാഷ്ട്രീയമൊക്കെ പറയുന്ന ആളുകൾ അത് കൃത്യമായി ഒന്ന് വായിച്ച് മനസ്സിലാക്കി കേരളത്തിൽ വളരെ സംസാരിക്കപ്പെടേണ്ട ഒരു കൃതി കൂടിയാണെന്ന് എനിക്ക് ഈ അടുത്ത കാലത്ത് വായിച്ചപ്പോൾ തോന്നിയ ഒരു കൃതി കൂടിയാണ്. അപ്പോൾ അങ്ങനൊരു സ്വഭാവം കണ്ടുവരുന്നു. അത് ഈ പുതിയ പിള്ളേരെ വഴിതെറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ എഴുതുന്ന പ്ലോട്ടുകൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്ലോട്ടായി എഴുതി വരുന്ന ഒരു സ്വഭാവം ഉണ്ടെന്ന്. പിന്നെ സാറ് ചങ്ങമ്പുഴയിൽ വെച്ചവർ പറഞ്ഞു, ഈ കൊച്ചിലെ ആദരിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്നു, ഭയങ്കര എന്ത് കൊടുക്കുന്നു, അതൊരു കുഴപ്പമാണെന്ന്. അതുമൊക്കെ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് വരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതാണ് എൻ്റെ ഒരു ചോദ്യം. ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞായതുകൊണ്ട് പറയാണ്. ഒരു എഴുത്തുകാരൻ സംവിധായകനെ അംഗീകരിച്ചുകൊണ്ട് മാത്രം, ഇത് സിനിമ സംവിധായകൻ്റെ കലയാണെന്നും ഞാൻ അയാളെ നടനെ പോലെ ക്യാമറാമാനെ പോലെ ഒരാൾ മാത്രമാണ് എഴുത്തുകാരൻ എന്നുള്ളത് അംഗീകരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഒരു സിനിമ ചെയ്യാൻ ഒരു സംവിധായകൻ്റെ കൂടെ പുറപ്പെടുന്നത്. അയാൾ എന്ത് പറയുന്നു അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, പുതിയ എഴുത്തുകാർ ഇപ്പം പുതിയ എഴുത്തുകാരെന്ന് പറയുന്നില്ല, എല്ലാ കാലവും അതുണ്ട്. എല്ലാ കാലവും സിനിമയ്ക്ക് വേണ്ടി ഒന്ന് ഒരു കഥ എഴുതി കളയാം. ഈ കഥ എഴുതിയ അയാളുടെ തിരക്കഥയാണ് എഴുതേണ്ടത്, ചെറുകഥയല്ല. സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ ആരാഗ്രഹിക്കുന്നോ അവർ ചെയ്യേണ്ടത് ആദ്യം 1 ലൈൻ ആയിരിക്കും എഴുതുന്നത്. ഈ 1 ലൈൻ സാധനം മാത്രമായിരിക്കും എഴുതുന്നത്. ആ 1 ലൈനിൽ ഒരു ഐഡിയ ഉണ്ടാവും, ഒരു ഐഡിയയേ ഉള്ളൂ. അത് സിനിമയുടെ കഥയല്ല. ഈ ഐഡിയയെ എങ്ങനെ വിഷ്വലി ചെയ്യിക്കണം എന്നുള്ളതിൻ്റെ തിരക്കഥ എഴുതുമ്പോഴാണ് അത് വരേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ എഴുതാൻ ആഗ്രഹിക്കുന്നവർ അത് നോവലായിട്ടോ കഥയായിട്ടോ അല്ല എഴുതേണ്ടത്, അത് തിരക്കഥയായിട്ടാണ് എഴുതേണ്ടത്. അതിൻ്റെ 1 ലൈനാണ് ആദ്യം എഴുതിയേക്കുന്നത്. 1 ലൈൻ എഴുതിയിട്ട് കഥയാണെന്നോ തിരക്കഥ നോവലാണെന്നോ പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ പറ്റുന്ന ആർക്കാണെന്നറിയോ, ഇതിലൊരു വൻ സിനിമയുണ്ടെന്ന് കണ്ടിട്ട് ചിലർ ചാടി പുറപ്പെട്ട് അതിനെ സിനിമ എടുക്കാൻ വേണ്ടി ശ്രമിക്കും. അവിടെയാണ് ഫ്ലോപ്പ് ആകുക. അവിടെയാണ് കാരണം
സിനിമ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഫ്രെയിമുകൾ കൊണ്ട് പറയേണ്ട കാര്യമാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞത് വിശ്വസിച്ചിട്ട്, ഞാൻ ഒത്തിരി ഉദാഹരണം എനിക്ക് പറയാനുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ പേഴ്സണലായി ഒരു കഥയോ ഒരു സിനിമ എടുത്ത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. വിഷ്വൽ ഭംഗി നമ്മൾ വായിക്കുമ്പോൾ കിട്ടും, അത് വായനയാണ്, അക്ഷരത്തിൻ്റെ ഭംഗിയാണ്, അക്ഷരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ലാംഗ്വേജിൻ്റെ ഭംഗിയാണ്. അതെങ്ങനെ ദൃശ്യം കൊണ്ടുണ്ടാക്കും? ഇപ്പോൾ ഇയാൾ ഒരു വിളക്കുമാടമാണ് എന്നുള്ള ഒരൊറ്റ സെൻറ്റൻസ് നമുക്ക് എഴുതി. വിളക്കുമാടമാണെന്ന് എഴുതിയ ഒരു സെൻറ്റൻസിൽ ഞാൻ ആ സിനിമയിൽ കണ്ടത് ഒരു വിളക്കുമാടത്തിൻ്റെ മുകളിൽ നായകൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു ബാക്കോട്ട് ഒരു സീൻ വരികയാണ്. കാര്യമുണ്ടോ? വിളക്കുമാടമാണെന്ന് ഒരൊറ്റ സെൻറ്റൻസിൽ എഴുതിയത് 5ഓ 6ഓ സീനിൽ വിശദീകരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നാടിന് ഇയാൾ ഒരു വിളക്കുമാടമാണ്, ഇയാൾ ഈ നാടിന് വെളിച്ചം കാണിക്കുന്നു എന്നുള്ള ഒത്തിരി ആക്ഷൻസിലൂടെ പറയേണ്ട ഒരു സാധനമാണ്. അതിന് ഷോട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇതാണ് സാഹിത്യം. ഇത്തരം നമ്മൾ അയാളൊരു വിളക്കുമാടാണെന്നുള്ളത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര ഇത് തോന്നി. പക്ഷെ അതിനെ വിഷ്വൽ ചെയ്യുമ്പോഴാണ് ഈ അർത്ഥത്തെയാണ് വ്യാഖ്യാനിക്കേണ്ടത്, അല്ലാണ്ട് ആ പറഞ്ഞിരിക്കുന്ന ചെറിയ കാര്യത്തെ അല്ല സിനിമയിൽ ഷോട്ടിൽ വ്യാഖ്യാനിക്കേണ്ടത്, അതിനെയാണ്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം അതാണ് അതിൻ്റെ വ്യത്യാസം. അല്ലേ സാറിന് അങ്ങനെ തോന്നിയിട്ടില്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വാചകം കൊണ്ടോ ധ്വനിപ്പിച്ചു വിടുന്ന ഒരു കഥയിലോ നോവലിലോ വിടുന്ന ഭാഗം ചിലപ്പം സിനിമയിൽ മാത്രമല്ല ഏത് ദൃശ്യാവിഷ്കാരമാണെങ്കിലും അതിൽ അനേകം ഷോട്ടുകളോ അല്ലെ സീനുകളോ വേണ്ടി വരാറുണ്ട് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ, പറയേണ്ടി വരും. അതാണ് അതിനകത്തുള്ളത്. നമുക്ക് എന്തായാലും 5 മിനിറ്റും കൂടെ പരിപാടി ഉള്ളൂ. 5 മിനിറ്റും കൂടെ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ച് അവസാനിപ്പിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. സാർ, ഈ പെരുമ്പാടി എന്നുള്ളത് യഥാർത്ഥത്തിൽ സാർ ആ പുറ്റിൽ പറഞ്ഞതുപോലെ പണ്ട് കാലത്ത് കുടിയേറി പാർത്ത ഒരു കാട് പോലെ ഇരുന്ന സ്ഥലം ഡെവലപ്മെൻ്റായി വികസിച്ച് പെരുമ്പാടിയായ കഥയാണ് സാർ അതിൽ പറഞ്ഞത്. അതൊരു യഥാർത്ഥ പെരുമ്പാടിയാണ് സാർ. നമ്മൾ അങ്ങനെ യഥാർത്ഥ പെരുമ്പാടി നമുക്ക് മക്കൂട്ട ചുരം ഇറങ്ങുമ്പോൾ അങ്ങനെ സ്ഥലം ഉണ്ട്. അത് കാടല്ലേ? അതെ, അത് കാടാണ്. അതൊരു റിയാലിറ്റി ആണോ എന്നറിയാനുള്ള ഒരു കൗതുകത്തിൽ ചോദിക്കുകയാണ്. ആ പെരുമ്പാടി എന്ന പേര് ഞാൻ എടുത്തത് അതിൽ നിന്നാണ്. നമ്മൾ ആ മാക്കൂട്ടം ചുരം ഇറങ്ങി വരുമ്പോൾ കാണുന്ന കാടാണ് ആ പ്രദേശം. പക്ഷെ ആ അർത്ഥത്തിന് പാടി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കുന്ന സ്ഥലം. അതിൻ്റെ പെരുമ്പാടി, അതായത് ഒരു മെഗാ എന്ന് പറയുന്ന ഒരു ആസ്ഥാനമുണ്ട്. അപ്പം അങ്ങനെ മനുഷ്യൻ ജീവിക്കുന്ന ഒരു സ്ഥലം എന്ന അർത്ഥത്തിലാണ് ലോകത്ത് എവിടെയും മനുഷ്യജീവിതം ഉണ്ടായി വന്നതിൻ്റെ കഥയാണ് പുറ്റ് എന്ന നോവലിൽ പറയുന്നത്. അതുകൊണ്ട് അത് ലോകത്തെവിടെയും മനുഷ്യ സംസ്കാരം എങ്ങനെ ഡെവലപ്പ് കിട്ടും. അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയയുടെ കഥ നമുക്ക് എടുക്കാം. ഓസ്ട്രേലിയ യൂറോപ്പിൽ നിന്നുള്ള കുറ്റവാളികളെ കൊണ്ട് അവിടെ നാട് കടത്തിയിരുന്ന സ്ഥലമാണ് ഓസ്ട്രേലിയ. അപ്പം നമ്മുടെ ഈ ചുരുളിയിലെ എന്ന് പറയുന്ന പോലത്തെ അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ ക്രൈം, ഇവർ തമ്മിലുള്ള ക്രൈം നടന്ന് ചെറിയ നിയമങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും ആ നിയമങ്ങൾ പരിഷ്കരിക്കപ്പെട്ടു. മനുഷ്യജീവിതം സുഗമമായി സാധ്യമാകുന്ന ഒരു സ്ഥലമായിട്ട് അത് മാറി. വളരെ ഇപ്പം ഇന്ന് ലോകത്തിൽ ഏറ്റവും ജീവിക്കാൻ സൗകര്യമുള്ളൊരു സ്ഥലമായിട്ട് ഓസ്ട്രേലിയ മാറുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അവിടുന്ന് വീണ്ടും കുറ്റവാളികളായ പലരും തെറിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ലോകത്തിൻ്റെ ഈ ഒരു സംസ്കാരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സംഭവമാണ് ഞാൻ പുറ്റ് നോവലിൽ വിശദീകരിച്ചത്. അതുകൊണ്ടാണ് ഒരു 300-400ഓളം ക്യാരക്ടേഴ്സ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഡെവലപ്പ് ചെയ്തതല്ല, ഞാൻ എൻ്റെ നാടിൻ്റെ കഥ കൂടെ ആയിട്ടാണ് അത് പറഞ്ഞത്. അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു, എങ്ങനെ ആ ലോകമുണ്ടായി എന്നുള്ളത്. അപ്പോൾ എനിക്ക് ആ നാട്ടിലെ ക്യാരക്ടേഴ്സിനെല്ലാം എനിക്ക് കണക്റ്റഡ് ആണ്. അപ്പോൾ അതാണ് ഒരു യാഥാർത്ഥ്യം. ഓക്കെ, താങ്ക് യു. എന്തായാലും പെരുമ്പാടിയും ഓർമ്മിപ്പിച്ചതിന് നന്ദി. ഓക്കെ, നമുക്ക് പരിപാടി അവസാനിപ്പിക്കുകയാണ്. സാറിന് 2 വാക്ക് സാറ് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു അനുഭവം പറഞ്ഞിട്ട്. അല്ല, ഇത് നല്ല പരിപാടിയായിരുന്നു. ഈ പരിപാടിക്ക് ഇവിടെ നമ്മൾ രണ്ടുപേരും ക്ഷണിക്കപ്പെട്ടതിലും ഇവിടെ ഇങ്ങനെ ഒരു വേദി നമുക്ക് പങ്കിടാൻ ഉള്ള അവസരം കിട്ടിയതിലും ഇതിൻ്റെ സംഘാടകർക്കും എല്ലാവർക്കും നന്ദി പറയാൻ വേണ്ടിയിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ട് ഈ പറഞ്ഞ പോലെ കാണുകയാണ്. വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഒരുപാടൊന്ന് ഈ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ വായിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യം സാറിന് സമയം കിട്ടിയാലോ? എനിക്ക് സമയം 2 കൈ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന കാരണം
കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒരു 10 വർഷമായിട്ട് വായിച്ചാലും വായിക്കുന്നതൊന്നും ഓർമ്മ നിൽക്കുകയില്ല. പക്ഷെ പണ്ട് വായിക്കുന്നതൊക്കെ ആദ്യകാലത്ത് വായിച്ചതെല്ലാം മനസ്സിലുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു മാസം 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് പോകും. കാരണം പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ 45 വർഷമായിട്ട് എഴുതുന്ന ഒരാളാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഈ രാത്രിമഴ അല്ലേ, രാത്രിമഴ, കാവൽമാടമൊക്കെ എൻ്റെ എഴുത്തുകാലത്തിൻ്റെ തുടക്കത്തിൽ ഏറ്റവും ആരംഭത്തിൽ അതാത് പ്രസിദ്ധീകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ആ രീതിയിൽ എഴുതിയ 2 പുസ്തകങ്ങളാണ്. അതിൽ നിന്നൊക്കെ ഒരുപാട് 42 വർഷത്തോളം ഞാൻ മുമ്പോട്ട് പോന്നിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് എഴുത്ത് എന്ന് വിചാരിക്കരുത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെല്ലാം ഇങ്ങനെ എഴുതി വരുന്നവരാണ്. അപ്പൊ ഞാൻ അത്രേ ഉള്ളൂ. ഞാൻ ആ ഒരു ക്ലാരനെ താരതമ്യം പറഞ്ഞു. ശരി, അപ്പം ഒത്തിരി നന്ദി. എന്തായാലും ഈ സെഷന് എല്ലാവരും നല്ല സജീവമായി പങ്കെടുത്തു. താങ്ക് യു വെരി മച്ച്.